ഇന്ന് നേന്ത്രപ്പഴം വെച്ച് നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമുക്ക് അധികം പഴുക്കാത്ത പഴമാണ് എടുക്കേണ്ടത്. പഴത്തിന് പഴുപ്പ് കൂടിയാൽ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ കുടിക്കുകയും ചെയ്യും, പിന്നെ പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ കറക്റ്റ് പാകമുള്ള പഴമായിരിക്കണം. കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റെങ്കിലും നമുക്ക് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ്. ഇനി തൊലി കളഞ്ഞ ശേഷം ഗ്രൈൻഡറിലോ കയ്യിലുകൊണ്ടോ ഉടച്ച ശേഷം ഒരേ സൈസിലുള്ള ബോളുകളാക്കി എടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഉന്നക്കായ ഒരേ വലിപ്പത്തിലുള്ളതായി കിട്ടും. ചൂടായ ഈ പാനിൽ നെയ്യ് ചേർത്ത ശേഷം കാഷ്യൂനട്ട് അരിഞ്ഞതും ആവശ്യമെങ്കിൽ ഉണക്കമുന്തിരിയും ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. ഇനി തേങ്ങയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏലക്കായപ്പൊടി ചേർത്തത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഏലക്കായ പൊടിച്ചതും പഞ്ചസാരയും ചേർത്താൽ നമുക്ക് ഉന്നക്കായ്ക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കയ്യിനടിയിൽ എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ബോളുകളും എടുത്ത് ഒന്ന് പരത്തി അതിലേക്ക് ഫില്ലിംഗ് ചേർക്കാം. എല്ലാ സൈഡും യോജിപ്പിച്ച് ഉരുട്ടി ഈ ഷേപ്പാക്കി എടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രീസറിൽ വെച്ച് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി.